നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാള ഭാഷാ ബില്ലിനെതിരെ BJP രംഗത്ത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും BJP നേതൃത്വം. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി പോകുന്നവർ സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം അനുഭവിക്കുന്നത് വൻ ദുരിതം. നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. സ്നേക് സുരേഷിന്റെ ജീവിതം സാഹസികത നിറഞ്ഞത്. പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം ഈ മാസം 31-ന് ശനിയാഴ്ച നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ പുരോഗമിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ. മത പഠനത്തോടൊപ്പം കൃഷി മനഃപ്പാടമാക്കിയ ദർസ് വിദ്യാർത്ഥികൾ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും. തൃക്കരിപ്പൂർ മുച്ചമ്മ ഇഷ ദർസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് സമൂഹത്തിന് മാതൃകയായത്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മഖാമുറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. മലയാള ഭാഷാ ബില്ലിനെതിരെ BJP രംഗത്ത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയും BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്തും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധിത 1ാം ഭാഷയാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മലയാളം ഭാഷാ ബില്ല് നിയമസഭയിൽ വലിയ ചർച്ചയില്ലാതെയാണ് പാസാക്കിയതെന്നും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് അറിയിക്കുന്നതിലും ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിലും ജില്ലയിലെ MLAമാർ പരാജയപ്പെട്ടുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. ജില്ലയിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും സ്ഥലനാമങ്ങളും ദിശാസൂചികകളും കന്നഡ ഭാഷയിലും പ്രദർശിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണമാണ് ഇത് നടപ്പാകാതെ പോയത്. ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച AST ലിസ്റ്റ് മലയാളത്തിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കന്നഡ മാത്രം വശമുള്ള ആയിരക്കണക്കിന് വോട്ടർമാരാണ് യഥാസമയം എന്യൂമറേഷൻ ഫോം നൽകുവാനാകാതെ AST ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പല BLOമാരും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. മലയാളത്തിലുള്ള AST ലിസ്റ്റിൽ തങ്ങളുടെ പേര് പരിശോധിക്കുവാനാകാതെ പലരുടെയും വോട്ട് എക്കാലത്തേക്കും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ AST ലിസ്റ്റ് പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 മുഴുവൻ നോട്ടിഫിക്കേഷനുകളും കന്നഡയിലും പ്രസിദ്ധീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡ ഭാഷാ ന്യൂനപക്ഷമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കുറേ അവകാശങ്ങൾ ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കന്നഡ വിഭാഗത്തിനുണ്ട്. അത് നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തണം. കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കാസർഗോഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അറിയുന്നുണ്ടാകില്ല സർക്കാരിന്. പക്ഷേ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കൂടി പ്രദേശമായിട്ടുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി ഇതിൽ ആവശ്യമായിട്ടുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ നിയമസഭയിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ മഞ്ചേശ്വരവും കാസർഗോഡും ഉള്ള മുസ്ലിം ലീഗിൻ്റെ MLAമാർ, പ്രതിപക്ഷ MLAമാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭരണകക്ഷി MLA ആയിട്ടുള്ള ഉദുമ MLA നേരത്തെ മഞ്ചേശ്വരം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അറിയണമായിരുന്നു. അദ്ദേഹവും ഇടപെട്ടില്ല. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് MLA CPIയുടെ
MLA-യും മുൻ MLA-യും കൂടിയായിട്ട് മുൻ മന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരനും ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനം ആവർത്തിച്ചു. CPI നേരത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പക്ഷേ അതിൽ ഇടപെടാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല. തൃക്കരിപ്പൂർ MLA ആണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ CPM-ൻ്റെ ഭരണകക്ഷിയായിട്ടുള്ള CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹവും സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം അറിയണമായിരുന്നു. പക്ഷേ ഈ ഭരണ പ്രതിപക്ഷ MLA-മാർ കാസർഗോഡ് ജില്ലയുടെ 5 MLA-മാരും മൗനത്തിലായിരുന്നു. അവർ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചർച്ചയും നടത്താതെ ഈ നിയമം പാസ്സാക്കിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബില്ല് നിയമസഭയിൽ വരുന്ന സമയത്ത് മഞ്ചേശ്വരം MLA നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഹനിക്കപ്പെടട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കാസർഗോഡ് ജില്ലയുടെ 5 MLA-മാരും സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ MLA-മാരുടെ കർത്തവ്യമായിരുന്നു സർക്കാരിനെ തിരുത്തേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിലുള്ള ഒരു വീഴ്ച ഈ MLA-മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, നമ്മുടെ ദേശീയ പാതയിലെ അരികിൽ സൈൻ ബോർഡ്, സ്ഥലത്തിൻ്റെ നാമമായി ബന്ധപ്പെട്ടുള്ള സൈൻ ബോർഡ്, ആ സൈൻ ബോർഡിൽ കന്നഡ ഭാഷയിൽ വന്നിട്ടില്ല. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അതിന് ഉറപ്പ് കിട്ടിയിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥ ലോബികളാണ്. ഈ ദേശീയ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോട് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഭാഷാന്യൂനപക്ഷ പ്രദേശമായിട്ടുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡയിലും കൂടി ഈ സൈൻ ബോർഡിൽ സ്ഥലത്തിൻ്റെ പേരുകൾ വയ്ക്കാൻ തയ്യാറാകണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നാണ്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി പോകുന്നവർ മലിനജലം മൂലം അനുഭവിക്കുന്നത് വൻ ദുരിതം. സമീപത്തെ ഫ്ളാറ്റിൽ നിന്നുമാണ് പൊതുസ്ഥലത്തേക്ക് ടോയ്ലറ്റിൽ നിന്നുൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കിവിടുന്നത്. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത്. പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീതിയിലാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന നിരവധി പേർക്ക് ദൈനംദിന യാത്രയിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം. ഈ ഫ്ളാറ്റിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് ടോയ്ലറ്റിൽ നിന്നുൾപ്പെടെയുള്ള മലിനജലമാണ് ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുക്കിവിടുന്നത്. മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം യാത്രക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മൂക്കുപൊത്തിയാണ് ഇതുവഴി ജനങ്ങൾ കടന്നുപോകുന്നത്. റോഡിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, വാഹനങ്ങളിൽ പോകുന്നവർ തുടങ്ങി 100 കണക്കിന് പേരാണ് ഇത് കാരണം ദുരിതം പേറുന്നത്. ഫ്ളാറ്റിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലം ബസ് സ്റ്റാൻഡിന് സമീപമാണ് റോഡ് വഴി ഒഴുകിയെത്തുന്നത്. ഇത് ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്നും ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ മലിനജലം ഒഴുക്കിവിടുന്നത് വലിയ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീതിയാണ് നേരിടുന്നത്. വിഷയത്തിൽ ഇടപെടേണ്ട ആരോഗ്യവകുപ്പ് ഇക്കാര്യം ശ്രദ്ധിക്കാത്തത് നാട്ടുകാരുടെ ഇടയിൽ നിരാശയ്ക്കും കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പുതുതായി നിയമിതരായ പഞ്ചായത്ത് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മഞ്ചേശ്വര ടൗണിലും റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തും ഒരുപാട് കച്ചറകൾ കൂട്ടി, അതുമാത്രവുമല്ല ടോയ്ലറ്റ് വെള്ളങ്ങളും റോഡിലേക്ക് ഇറക്കിയിട്ട് മൂക്ക് പൊത്തേണ്ട ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുകാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഹെൽത്ത് മേലധികാരികൾ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി എടുക്കണം. നടപടി എടുക്കുന്നില്ലായിരുന്നു എങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യന്മാർക്കെല്ലാം രോഗം പിടിച്ചിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഒരുപാട് തിങ്ങിക്കൂടി കിടക്കുന്ന ജനങ്ങളാണ് അവിടെ. അതുകൊണ്ട് പോകാനും വരാനും പറ്റുന്നില്ല. ഈ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ കച്ചറയും ടോയ്ലറ്റ് വെള്ളവും എല്ലാം റോഡിലേക്ക് ഇറക്കിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കുന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. ഇത് ഒരു പാമ്പുപിടുത്തക്കാരന്റെ ഏറ്റവും വലിയ റെക്കോർഡ്. സ്നേക് സുരേഷിന്റെ ജീവിതം സാഹസികത നിറഞ്ഞതും ഒപ്പം പ്രചോദിപ്പിക്കുന്നതുമാണ്. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ടെ സ്വദേശിയായ സുരേഷ് 4 പതിറ്റാണ്ട് കാലമായി ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. വന്യജീവികളോടുള്ള കരുണ സുരേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പരിക്കേറ്റ പാമ്പുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതും ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഏറ്റവും റിസ്ക് ഉള്ളതാണ് സ്നേക്ക് റെസ്ക്യൂവറിൻ്റെ ജോലി. എന്നാൽ സുരേഷിന് ഈ റിസ്ക് ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ശീലമാണ്. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ടെ സ്വദേശിയായ സുരേഷ് 4 പതിറ്റാണ്ട് കാലമായി പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിട്ട് അപൂർവ സേവനം അനുഷ്ഠിച്ചു വരുന്നു. സ്നേക് സുരേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഇതുവരെയായി 3500-ലധികം പാമ്പുകളെ പിടികൂടി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിടികൂടിയ പാമ്പുകളിൽ ഭൂരിഭാഗവും മൂർഖന്മാരാണെന്ന് സുരേഷ് പറയുന്നു. ചെറുപ്പം മുതൽ തടാകങ്ങളിലും കായലുകളിലും തവളകളോടും മറ്റ് ജലജീവികളോടും കളിച്ചു വളർന്ന സുരേഷ് 15-ാം വയസ്സിലാണ് ആദ്യമായി പാമ്പിനെ പിടികൂടുവാൻ ധൈര്യപ്പെട്ടത്. തുടർന്ന് അത് ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിടുന്ന സേവനമായി വളർന്നു. നിലവിൽ കേരള വനം വകുപ്പിന്റെ ഔദ്യോഗിക ലൈസൻസ് ഉള്ള പാമ്പ് പിടുത്തക്കാരനാണ് സുരേഷ്. ഈ മേഖലയിൽ വീടുകളിലും പരിസരങ്ങളിലും പാമ്പുകളെ കണ്ടാൽ ആദ്യം വിളിക്കുന്നത് സുരേഷിനെയാണ്. ഉടൻ സ്ഥലത്തെത്തുന്ന ഇദ്ദേഹം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി കാസർഗോഡ് വനം വകുപ്പിന് കൈമാറുന്നു. പിന്നീട് വനം വകുപ്പ് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടുന്നു. ഈ സേവനത്തിന് സുരേഷിന് വനം വകുപ്പിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നില്ല. ജനങ്ങൾ നൽകുന്ന സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ആശ്രയം. സുരേഷിന്റെ സേവനം പകരം വയ്ക്കാനില്ലാത്തതും മനുഷ്യത്വപരവുമാണെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ പാമ്പുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതും സുരേഷിന്റെ പ്രത്യേകതയാണ്. ഒരിക്കൽ പരിക്കേറ്റ ഒരു മൂർഖനെ വീട്ടിലെത്തിച്ച് ആഴ്ചകളോളം പരിചരിച്ച് പൂർണ്ണമായി സുഖം പ്രാപിച്ചതിനു ശേഷം കാട്ടിലേക്ക് തുറന്നുവിട്ട സംഭവവും ശ്രദ്ധേയമാണ്. വന്യജീവികളോടുള്ള കരുണ സുരേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാലൊടിഞ്ഞ ഒരു മയിലിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. പിന്നീട് വീട്ടിൽ പരിചരിച്ച് സുഖം പ്രാപിച്ച ശേഷം കാട്ടിലേക്ക് വിട്ടതും ഇദ്ദേഹത്തിൻ്റെ സേവന മനോഭാവത്തിൻ്റെ ഉദാഹരണമാണ്. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം പുതുജീവൻ ലഭിച്ചിട്ടുണ്ട്. പാമ്പ് പിടുത്തത്തിനിടയിലുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവവും സുരേഷ് ഓർക്കുന്നു. ഒരു വീട്ടിൽ കയറിയ മൂർഖനെ പിടികൂടുന്നതിനിടെ അത് കൈമുട്ടിൽ കടിച്ചു. ഗുരുതരാവസ്ഥയിൽ മംഗളൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജീവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ വ്യവസായിയായ നാരായൺ പ്രഭു എന്നയാൾ ഏകദേശം 3 ലക്ഷം രൂപ ചിലവഴിച്ച് ചികിത്സ നൽകിയതോടെ സുരേഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാമ്പുകളെ പിടികൂടുന്നതിൽ ജാഗ്രതയും ഏകാഗ്രതയും അത്യന്തം ക്ഷമയും വേണമെന്ന് സുരേഷ് പറയുന്നു. വനം വകുപ്പിന്റെ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടും ഇതുവരെ 3-4 തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉടൻ ചികിത്സ ലഭിക്കുമെന്നാണ് സുരേഷിന്റെ ആത്മവിശ്വാസം. ഞാനൊരു 15 വയസ്സിലെൻ്റെ ഒരു പാമ്പ് പിടിച്ചത് നമ്മുടെ നാട്ടിൽ കുമ്പള പറയുന്ന സ്ഥലത്ത് ഭയങ്കരപ്പെട്ട മൂർഖനെല്ലുണ്ടായിരുന്നു. ആ മൂർഖനെല്ലാം പിടിച്ചിട്ട് കാട്ടിൽ വിട്ടുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനിപ്പോൾ റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഇതുവരെയ്ക്ക് എൻ്റെതൊന്നും തെറ്റായിട്ടില്ല. പാമ്പ് എന്ന് പറയുന്നത് സാധനമാണ്. ഇന്നലെ അവർ ഈ മൊഗ്രാലിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ഒരു മാളത്തിലുണ്ടായിരുന്നു. രാത്രി പോയിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് റിലീസും ചെയ്തു കാട്ടിലേക്ക്. അത് ഇങ്ങനെ ആയിക്കൊള്ളു. ഒരു 3000-ൻ്റെ മുകളിലായി, 3500-ഓളമായി ആ പാമ്പ് പിടിക്കുന്നത്. ഇന്നും എല്ലാവരും 5 പ്രാവശ്യം പാമ്പ് കടി കിട്ടി. ഗവൺമെൻറ് ഇവിടെ മംഗലാറ ഫാദർ മൂലയിൽ ഒരു 1.5 ലക്ഷം റുപ്യ അവിടെ ചിലവായി. അങ്ങനെ ഒരു എന്തെല്ലാം ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പാമ്പ് പിടുത്തം തുടർന്നുകൊണ്ടേയുണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇന്നും അങ്ങനെ തുടരുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം. എല്ലാ ദൈവത്തിൻ്റെ കൈവില്ലില്ല. ഗോപാലകൃഷ്ണ മോഹിനി ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തവനായ സുരേഷ് മുൻപ് മരപ്പണിക്കാരനായിരുന്നു. ഇപ്പോൾ പാമ്പ് പിടുത്തം തന്നെയാണ് മുഴുവൻ സമയ ഉപജീവന മാർഗം. പ്രതിഫലമില്ലാതെ ജീവൻ പോലും പണയപ്പെടുത്തി സുരേഷ് നടത്തുന്ന ഈ സേവനം സമൂഹത്തിന് മാതൃകയായി മാറുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം ഈ മാസം 31-ന് ശനിയാഴ്ച നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളകലാ അക്കാദമി നിർവാഹക സമിതി അംഗം പക്കർ പന്നൂർ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളകലാ അക്കാദമി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹകരണത്തോടെ പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം ജനുവരി 31-ന് ശനിയാഴ്ച മൊഗ്രാലിൽ സംഘടിപ്പിക്കുവാൻ സ്വാഗത സംഘം രൂപീകരണ യോഗം തീരുമാനിച്ചു. മാപ്പിളപ്പാട്ടിലെ ശ്രദ്ധേയമായ ഒരു കാവ്യ ശൃംഖലയാണ് പക്ഷിപ്പാട്ട്. മൊഗ്രാൽ സ്വദേശി നടുത്തോപ്പിൽ അബ്ദുള്ളയുടെ രചനയിൽ ഇത് ഇന്നും ഇമ്പമാർന്ന ഈണത്തിൽ പ്രസിദ്ധമാണ്. 31-ന് രാവിലെ 10 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പക്ഷിപ്പാട്ട് ചരിത്ര സെമിനാർ സംഘടിപ്പിക്കും. പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും. അന്ന് വൈകിട്ട് മൊഗ്രാലിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മാപ്പിള കലാപരിപാടികൾ അരങ്ങേറും. സ്വാഗത സംഘം രൂപീകരണ യോഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി നിർവാഹക സമിതി അംഗം പക്കർ പന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ടാളുകളിലുപരി തന്നെ ഒരുപാട് പേർ അന്നും ഇന്നുമായി മാപ്പിളപ്പാട്ടുകൾ എഴുതുന്നവരും മാപ്പിളപ്പാട്ട് മേഖലകൾ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തവരുമായി ഇവിടെയുണ്ട്. തന്നെയുമല്ല, ഇവിടെ വന്ന് ഈ യോഗത്തെ സംബന്ധിച്ചവരിക്കുണ്ടായ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഒരു പ്രോഗ്രാമിന്റെ വരാൻ പോകുന്ന ഒരു സാഹിത്യ സമ്മേളനത്തിന്റെ പരിപാടിയുടെ ആഘോഷത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി പല സമയങ്ങളിലും പലയിടങ്ങളിൽ ഇത്തരം പരിപാടികളൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ. അക്കാദമിയുടെ പ്രധാന ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇങ്ങനെ പോകാൻ അവസരം കിട്ടും. ഒരു സ്ഥലത്ത് എന്നാലും ഇതുപോലെയുള്ള ഒരു നിറഞ്ഞ സാന്നിധ്യം ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. ഒരു ആലോചനാ യോഗത്തിൽ അതല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കാനും ഒരു സംഘാടനം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ ഇത്ര ഗൗരവമായ ആളുകൾ വന്നു ചേരുന്ന ഒരു യോഗം സാധാരണ ഉണ്ടാവാറില്ല. ഈ കാസർഗോഡിന്റെ മണ്ണിന്റെ പ്രത്യേകതയാണ് ഇത് വിളിച്ചോളൂ. വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. കെ വി കുമാരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൽ ഖാദർ, ടി എ ഷാഫി, ബഷീർ അഹമ്മദ് സിദ്ദിഖ്, അഷ്റഫ് അലി ചേരങ്കൈ, സെഡ്ഡെ മൊഗ്രാൽ, എ എസ് മുഹമ്മദ് കുഞ്ഞി, നാഷണൽ അബ്ദുല്ല, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, ഹമീദ് കോളിയടുക്കം, ജുനൈദ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് ഏരിയാൽ, ടി കെ അൻവർ, ഇ എം ഇബ്രാഹിം എന്നിവർ പക്ഷിപ്പാട്ട് അവതരിപ്പിച്ചു. ബാലകൃഷ്ണൻ ചെർക്കള സ്വാഗതവും കെ എച്ച് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. എൻ എ നെല്ലിക്കുന്നി MLA, സി എച്ച് കുഞ്ഞമ്പു MLA, എ കെ എം അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലിം എന്നിവർ രക്ഷാധികാരികളും കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അബ്ദുൽ ഖാദർ ചെയർമാനും കെ എം മുഹമ്മദ് മൊഗ്രാൽ വർക്കിംഗ് ചെയർമാനും കെ എച്ച് മുഹമ്മദ് ജനറൽ കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനഭ പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നടക്കാവിൽ തുടക്കമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനഭ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് പി കെ സൈനഭ പറഞ്ഞു. സമ്പത്തുള്ള അല്ലെങ്കിൽ വലിയ ഷെയറുള്ള ഐക്യരാഷ്ട്രസഭ പോലും സാങ്കേതികമായിട്ടാണെങ്കിലും അത്തരം സമാധാനങ്ങൾക്കൊക്കെ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അതിനെല്ലാം വിരുദ്ധമായ രൂപത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങൾ എവിടെയുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ തകർക്കുക, അല്ലെങ്കിൽ അതിനെ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുക, അവിടെയുള്ള സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള സമീപനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ലോകത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ യുദ്ധങ്ങൾ വളരെ പുരോഗമനപരമായ ആശയങ്ങളോടുകൂടി ലോകത്ത് പല രാജ്യങ്ങളും മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 14ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PC സുബൈദ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ട്രഷറർ E പത്മാവതി, സംഘടനാ സ്ഥാപക നേതാവ് സുശീല ഗോപാലന്റെ മകൾ K ലൈല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന വിജയൻ, ബേബി ബാലകൃഷ്ണൻ, PP ശ്യാമളാദേവി, AP ഉഷ, ജില്ലാ സെക്രട്ടറി M സുമതി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി, സംഘാടക സമിതി ചെയർമാൻ KV ജനാർദ്ദനൻ, കൺവീനർ PP പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയകളിൽ നിന്നായി 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവ അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PC സുബൈദ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബദിര PTM AUP സ്കൂളിലെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സ്കൂളിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവയ്ക്കുകയും സ്കൂളിന്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. എന്നെ നെല്ലിക്കുന്നി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബദിര പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ UP സ്കൂളിലെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ജൂബിലി പൊതുസമ്മേളനം എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. രജത സിൽവർ ജൂബിലി ആഘോഷം ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ ഈ നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഈ സംഘാടക സമിതിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പേരുകൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമാഷ്, അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത വികസനം അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുല്ല സാഹിബ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു. മുൻ MLA നമ്മുടെ പ്രിയപ്പെട്ട CT അഹമ്മദ് സാഹിബ്, ഒരുപാട് ആളുകളെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് അവരെല്ലാം നൊന്ത് പണിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വിദ്യാലയം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത്. അപ്പോൾ അവരെല്ലാവരും നടന്നു പോയ വഴികളിലൂടെ നമുക്കും നടന്നു പോകാൻ കഴിഞ്ഞു. നാം എല്ലാവരും ഒന്നിച്ച് ആ വഴികളിൽ കൂടി സഞ്ചരിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചത്. ഞാൻ നീണ്ടൊരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സംഘാടക സമിതി രൂപീകരണ യോഗത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് HM ഇന്നിപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ച HM തന്നെയായിരുന്നു. ഈ സ്കൂളിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ HM ആയാലും മറ്റ് അധ്യാപകന്മാരായാലും ഈ സ്കൂളിനെ അവരുടെ കുട്ടികളെക്കാൾ അവരുടെ കുടുംബത്തെക്കാൾ ഏറെ സ്നേഹിക്കുന്നു എന്നതാണ്. CA മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് രോഷ്നി കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുവനീർ പ്രകാശനം മുൻമന്ത്രി CT അഹമ്മദ് അലി നിർവഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ചെർക്കള, CA അബ്ദുല്ല കുഞ്ഞി, CPM ഏരിയ സെക്രട്ടറി അബ്ദുൽ കരീം സലാഹുദ്ദീൻ വലിയ വളപ്പ്, BM അബ്ദുൽ റസാഖ്, നഗരസഭാ കൗൺസിലർമാരായ മുനീബ റാസിഖ്, ആയിഷ അഷ്റഫ്, മധുസൂദനൻ, അബൂബക്കർ മാസ്റ്റർ, അബ്ദുൽ ഹമീദ്, രാകേഷ് മാസ്റ്റർ, ഷുക്കൂർ തങ്ങൾ, PV അബ്ദുല്ല ഹാജി, സലീം അത്തിവളപ്പ് എന്നിവർ സംസാരിച്ചു. മമ്മു ചാല സ്വാഗതവും ഫാത്തിമത്ത് റസ്ലി നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ, സാംസ്കാരിക, കായിക മേഖലകളിൽ ഉന്നത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച CA അബ്ദുല്ല കുഞ്ഞി ഹാജി, ഷുക്കൂർ തങ്ങൾ, സലീം അത്തിവളപ്പിൽ എന്നിവരെയും 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും പിരിയുന്ന ശാലിനി ടീച്ചറെയും പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ UP സ്കൂൾ ഗോൾഡൻ ജൂബിലി സദസ്സിൽ ആദരിച്ചു. ചില മനുഷ്യരങ്ങനെയാണോ? അതിനപ്പുറം അധ്യാപനം ഇഷ്ടാതിഥികൾ ചേർന്നുകൊണ്ട് മൊമെന്റോ പങ്കുചേരാം. TV അബ്ദുള്ള സാഹിബ് അവർക്കുള്ള ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ പ്രഥമ താലകശക്തി, അച്ചടക്കവും ആത്മവിശ്വാസവും വിജയങ്ങളെ ആദരിക്കുന്നു. ടീച്ചറാണ്. ഇരുവരെയും ഈ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ശാലിനി ടീച്ചറെയും മിസ്ട്രസ് റോഷ്നി ടീച്ചർ. അതിനിടയിൽ മറ്റൊരു ആദരവ് നൽകുകയാണ്. നമ്മുടെ ഈ മനോഹരമായ ഗോൾഡൻ ജൂബിലിയുടെ വേദി സ്പോൺസർ
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന ICT ഇംഗ്ലീഷ് സ്കൂളിൽ സീനിയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സമർപ്പണവും റൂട്ട്സ് വാർഷിക ഫെസ്റ്റും ജനുവരി 12 മുതൽ 14 വരെ നടക്കും. സീനിയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സമർപ്പണം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ 1000-ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. സീനിയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിട സമർപ്പണം ജനുവരി 12 രാവിലെ 10:30 ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ നിർവഹിക്കും. ഡിജിറ്റൽ ഫെസ്റ്റ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്യും. സൗദ പടന്ന എൻഡോമെന്റ് വിതരണവും ലാബ് ഉദ്ഘാടനവും നടക്കും. ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം UP സിദ്ദിഖ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞി തുടങ്ങി വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ICT സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തും വിദേശങ്ങളിലുമായി പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠനം തുടർന്നു വരികയാണ്. 200ഓളം വിദ്യാർത്ഥികളെ സ്കൂളിൽ സ്കോളർഷിപ്പോടെ പഠിപ്പിച്ചു വരുന്നു. നാട്ടിലെ പ്രവാസികളുടെ സഹായത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ആധുനിക രീതിയിൽ റോബോട്ടിക്സ്, AI സാങ്കേതിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ലാബ് ഒരുക്കിയിട്ടുണ്ട്. റൂട്ട്സ് വാർഷിക ഫെസ്റ്റിന്റെ ഭാഗമായി 6 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്ന എക്സ്പോയും നടക്കും. ജനുവരി 12 മുതൽ 14 വരെ വൈകുന്നേരം 6:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. കാസർഗോഡ് മേഖലയിൽ നിയമം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ PG വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു എൻഡോമെന്റ് പടന്നയിൽ നിന്ന് കേരളത്തോളം വളർന്ന സൗദ പഠനം, നമ്മുടെ അകാലത്തിൽ പിരിഞ്ഞു പോയിട്ട് സൗദ പഠനത്തിലുള്ള ഒരു എൻഡോമെന്റ് വിതരണവും അന്ന് നടക്കുന്നുണ്ട്. IEC എന്ന് പറയുന്ന കേരളത്തിലെ 85ഓളം സ്കൂളുകളുടെ രക്ഷാധികാരിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബുർ റഹ്മാൻ സാഹിബാണ് നാടിനത് സമർപ്പിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ എക്സ്പോ അതോടനുബന്ധമായി നടക്കുന്നുണ്ട്. അത് ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്യും. ICT ചെയർമാൻ VN ഹാരിസ്, പ്രിൻസിപ്പൽ UC മുഹമ്മദ് സാദിഖ്, VC മുഹമ്മദ് ഇക്ബാൽ, VK മുഹമ്മദ് അഫ്സൽ, VK കുഞ്ഞബ്ദുല്ല, UM അബ്ദുൽ റഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മത പഠനത്തോടൊപ്പം കൃഷി മനഃപ്പാഠമാക്കിയ ദർസ് വിദ്യാർത്ഥികൾ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും. തൃക്കരിപ്പൂർ മുച്ചമ്മ ഇഷാഅത്ത് ദർസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കിതാബിലെ അറിവിനൊപ്പം കൃഷിയുടെ മേന്മ ചേർത്ത് വെച്ച് സമൂഹത്തിന് മാതൃകയായത്. +1 വിദ്യാർത്ഥി മുതൽ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദർസ് ഗ്രൂപ്പിലെ 9 പേരാണ് ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് പച്ചക്കറികളും മധുരക്കിഴങ്ങും കൃഷി ചെയ്തത്. പയർ, മുളക്, വെണ്ട, വഴുതിന, ചീര, കോവൽ എന്നിവയൊക്കെ നന്നായി വിളഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഇടവേളകൾ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു. മത പഠനത്തോടൊപ്പം പ്രായോഗിക ജീവിതത്തിലെ പാഠങ്ങളും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദർസിനോട് ചേർന്നുള്ള 60 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൃഷി പരിപാലനത്തിനായി എല്ലാ ദിവസവും പ്രത്യേക ചുമതലകൾ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ട്. രാസവളങ്ങൾ ചേർക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് കൃഷി എന്നതും ഇവർ നൽകുന്ന നല്ല പാഠമാണ്. സ്വന്തം കൈകളാൽ അന്നം കണ്ടെത്തുവാനുള്ള പരിശ്രമവും ഒത്തൊരുമയുടെ വിജയവും ഇവരുടെ കൃഷിയിടത്തിലെത്തുന്നവർക്ക് കണ്ടറിയുവാനാകും. കൃഷിയെ സ്നേഹിക്കുവാനും തുടർന്നു കൊണ്ടുപോകുവാനുമുള്ള വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയുമായി മുച്ചമ്മ മാനേജ്മെൻറ്റും അധ്യാപകരും ഇവർക്കൊപ്പമുണ്ട്. പ്രകൃതി സ്നേഹവും സംരക്ഷണവും എന്ന ബോധ്യത്തിനൊപ്പം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്വാനശീലത്തിൻ്റെയും സന്തുലിത ജീവിതത്തിൻ്റെയും ഉദാഹരണമാണ് ദർസ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടമെന്ന് മസ്ര കൺട്രോളർ അബ്ദുൽ ഖാദിർ ഫാളിലി പറഞ്ഞു. പ്രിയപ്പെട്ട മക്കൾ, 9ഓളം മക്കൾ ക്ലാസിൻ്റെ ഇടയിൽ വന്ന ചർച്ചയിൽ ഒരു ഉപജീവന മാർഗം പലതും തേടുമ്പോൾ ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് കൈത്തൊഴിൽ. ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടി ഈ കൃഷിയിടം നടത്താം എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഇന്ന് ധാരാളം വ്യത്യസ്തങ്ങളായ കൃഷി നടത്തി അവർ രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ മുടങ്ങാതെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാലനത്തിൻ്റെ വിളവ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ കുട്ടികൾക്ക് വളരെ അഭിനന്ദനാർഹമായ കുട്ടികളാണ്. കഠിനാധ്വാനം ചെയ്ത് ഇവിടുത്തെ മണ്ണ് ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണെങ്കിലും വ്യത്യസ്ത സ്ഥലത്ത് പോയിട്ട് മണ്ണ് ശേഖരിച്ചിട്ടാണ് ഈ മക്കൾ ഇവിടെ മണ്ണ് സ്വരൂപിച്ച് അതിലാണ് കൃഷി നടത്തുന്നത്.
ജൈവവളം മാത്രം ഉപയോഗിച്ച് നടത്താനുള്ള ആഗ്രഹത്തിലാണ് ഈ കൃഷിയിടം അവർ തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സയ്യിദ് റാസി മാട്ടൂൽ, അസ്ലം മണിയനൊടി, ആഷിഖ് കാലക്കോട്, സാബിദ് അരിപ്പാമ്പ്ര, കൽഫൻ കുനിയ, അബ്ദുല്ല കുനിയ, ഷുഹൈബ് ബേക്കൽ, തൗഫീഖ് ലക്ഷദ്വീപ് എന്നിവരാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം വഹിക്കുന്നത്. 9 പേരിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ബികോം, BA, ഡിഗ്രി, സൈക്കോളജി തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവരും കൃഷിക്കൂട്ടത്തിലുണ്ട്. മുതിർന്ന കർഷകരുമായി ആലോചിച്ചും ഉസ്താദുമാരുടെ നിർദ്ദേശത്തിലുമാണ് കൃഷി ചെയ്തു വരുന്നതെന്നും തുടർന്ന് സ്വന്തം വീടുകളിൽ കൃഷി ചെയ്യുന്നതിനും പദ്ധതിയിട്ടതായും ഗ്രൂപ്പിലെ അംഗമായ അബ്ദുല്ല കുനിയ പറഞ്ഞു. 9 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. പ്രവാചകന്മാരൊക്കെ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയല്ല അതുപോലെയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ തേടി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താല്പര്യത്തിലാണ് ഞങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ചീര, അതുപോലെ തന്നെ വെണ്ടക്ക, വഴുതനങ്ങ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കൃഷികളാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ മുതിർന്ന കർഷകരുമായി ആലോചിച്ചിട്ട് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു വിജയമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. മുളവന്നൂർ ഭഗവതി ദൈവം അരങ്ങിലെത്തി. വിഷ്ണുമൂർത്തിയും പടിഞ്ഞാർ ചാമുണ്ടിയും മുഖാമുഖം കാണൽ ചടങ്ങും നടന്നു. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മുളവന്നൂർ ഭഗവതി ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വിഷ്ണുമൂർത്തിയും പടിഞ്ഞാർ ചാമുണ്ടിയും മുഖാമുഖം കാണൽ ചടങ്ങും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ശ്രീ മാക്കക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം മാർച്ച് 21 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. നോട്ടീസ് പ്രകാശനവും മാതൃസംഗമവും നടന്നു. പെരിയ ശ്രീ മക്കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം മാർച്ച് 21 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. നോട്ടീസ് പ്രകാശനവും മാതൃസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു. തറവാട്ട് കാരണവർ നാരായണൻ കാമലം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 3 സ്ഥലത്ത് എന്ത് പ്രോഗ്രാമിന് എന്ത് വിളിച്ചാലും അറിഞ്ഞാൽ പോലും നീ പോകണം. പണ്ട് ഞാൻ മണി വിളിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചായിരുന്നു. തറവാട്ടിൽ കത്ത് തന്നപ്പോഴേ തീരുമാനിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോകാം, എനിക്ക് പോകണം, മക്കൾക്ക് തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത്. ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് കുടുംബസംഗമമാണ്. ഇതിനോട് ഒന്നിച്ച് തന്നെ കുടുംബസംഗമമാണ്. ഒരു തറവാടിന്റെ ഐശ്വര്യം ഞാൻ എന്തായിട്ട് പറയല്ല, ആരെയും ചെറുതാക്കി കാണുകയല്ല. ഒരു തറവാടിന്റെ ഐശ്വര്യം ആ തറവാടിന്റെ വനിതകളിലാണ് കുടികൊള്ളുന്നത്, അല്ലാണ്ട് ആണുങ്ങളിലല്ല. കാരണം ആ തറവാട് വളരുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങൾ പോലാണ്. പ്രസിഡന്റ് മണികണ്ഠൻ M അധ്യക്ഷത വഹിച്ചു. പെരിയ തറവാട് കാരണവർ പ്രതിനിധിക്ക് കൈമാറി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. PV രവീന്ദ്രൻ നായർ, C കമലാക്ഷൻ, സുരേഷ് ബാബു, ഗോപാലൻ, നാരായണൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, ലീലാചന്ദ്രൻ, സിന്ധു പത്മനാഭൻ, രേഖ, ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി M രവി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഖത്തീബ് മുഹമ്മദ് അൽ അസ്ഹരി ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. പശുവിനെ വിട്ടിട്ട് ധനികനായ ഒരു കുട്ടി, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ഖുർആനിലെ 2ാമത്തെ സൂറത്ത് അറിയാലോ, ഏതത്? ഖുർആനിലെ 2ാമത്തെ സൂറത്ത് എന്താ പഠിച്ചിരുന്നു? പുസ്തകത്തെ മാത്രം പറയാം.
ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത്, രണ്ടാമത്തെ സൂറത്ത്, ഖുറാനിലെ രണ്ടാമത്തെ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ, ബഖറ പശുവധ്യായം, എൻ്റെ പേരങ്ങനെ തന്നെ. അതിൽ അല്ലാഹു എടുത്തു പറഞ്ഞ ഈ ബഖറ അതുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഉറൂസ് കമ്മിറ്റി ട്രഷറർ ടി.കെ. ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ടി. അന്തുമാൻ, ടി.കെ. സമീർ, അബ്ദുൾ റസാഖ് മൗലവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാളെയുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയത്തിൽ അലി അക്ബർ ബാഗവി തനിയാമ്പുറം മതപ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്ലാമിക കഥാപ്രസംഗം, മെഗാദഫ് പ്രദർശനം, സയ്യിദ് ഇല്യാസ് ഹൈദ്രൂസി തങ്ങൾ എരുമാട് എന്നിവരുടെ മതപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ ഹൈവേ അതോറിറ്റി മാവുങ്കാലിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സായാഹ്ന ധർണ നടത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സെക്രട്ടറി ഗുരുദത്ത് റാവു ധർണ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റി മാവുങ്കാലിനോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സെക്രട്ടറി ഗുരുദത്ത് റാവു ധർണ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടന ഏറ്റവും ശക്തമായിരിക്കുന്ന ഈ മാവുങ്കാലിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടാൻ നമുക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും നമ്മളതിൽ ഇടപെട്ടിട്ടില്ല എന്നല്ല. കഴിഞ്ഞ 6 മാസത്തിലധികം, 1 വർഷത്തിലധികമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുമായിട്ടും നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമാധാനത്തോടെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നതാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ പുണിയയിലുള്ള ഓഫീസിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കുശോങ്ങുന്നുള്ള ഓഫീസിലും അവരുടെ കണ്ണൂരുള്ള ഓഫീസിലും പല തവണ നമ്മൾ ബന്ധപ്പെടുകയും അവർക്ക് ഇമെയിൽ അയക്കുകയും നമ്മുടെ ഡീറ്റെയിൽസ് അവരെ കാണിക്കുകയും ഫോട്ടോസ് കാണിക്കുകയും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടും ഈ ജൂൺ ജനുവരി 2-ാം തീയതി പോലും നമ്മൾ നേരിട്ട് മെയിലിലൂടെയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായി. ഈ ഒരു ധർണയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ അവതരിപ്പിച്ച് ഇതൊരു തുടക്കമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുമരിലിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അമർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല, നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും. മേഘ കൺസ്ട്രക്ഷൻ മാവുങ്കാൽ നടത്തുന്ന നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ മാവുങ്കാലിലെ വ്യാപാരി സമൂഹം കടയടച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. BVVS മാവുങ്കാൽ യൂണിറ്റ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സമ്പർക്ക പ്രമുഖ് ബാബു പുല്ലൂർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി T. രമേശൻ, അജാനൂർ പഞ്ചായത്ത് അംഗങ്ങളായ അർജുൻ യോഗി, സജി രാംനഗർ, ഗീത ബാബുരാജ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി P. പത്മനാഭൻ, സെക്രട്ടറിമാരായ M. പ്രദീപൻ, വൈശാഖ് മാവുങ്കാൽ, BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മിഥില, BVVS നീലേശ്വരം യൂണിറ്റ് ട്രഷറർ വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P. അനന്തൻ സ്വാഗതവും മാവുങ്കാൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോട്ടച്ചേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും റിട്ടയർമെന്റ് ആനുകൂല്യം ഭേദഗതി ചെയ്ത് വിതരണം ചെയ്യണമെന്നും പ്രസവാനുകൂല്യം കുടിശ്ശിക 13,000 ഉടൻ അനുവദിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനായി നഗരസഭാ മധ്യത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോട്ടച്ചേരി യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് V. മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി BT ഉഷ റിപ്പോർട്ടും ട്രഷറർ P. ശ്രീജ വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി K. ലത സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് P. ശശിധരൻ, ട്രഷറർ BM ബാലകൃഷ്ണൻ, M. പുഷ്പലത എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി BT ഉഷ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മലയാള ഭാഷാ ബില്ലിനെതിരെ BJP രംഗത്ത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നും ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും BJP നേതൃത്വം. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി പോകുന്നവർ സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം അനുഭവിക്കുന്നത് വൻ ദുരിതം. നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. സ്നേക് സുരേഷിന്റെ ജീവിതം സാഹസികത നിറഞ്ഞത്. പക്ഷിപ്പാട്ടിന്റെ 100ാം വാർഷികം ഈ മാസം 31-ന് ശനിയാഴ്ച നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ പുരോഗമിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ. മതപഠനത്തോടൊപ്പം കൃഷി മനഃപ്പാടമാക്കിയ ദർസ് വിദ്യാർത്ഥികൾ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും. തൃക്കരിപ്പൂർ മുച്ചമ്മ ഇഷ ദർസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് സമൂഹത്തിന് മാതൃകയായത്. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മഖാമുറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.